അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്താ കാര്യമായിട്ട് വായിക്കണം? കാര്യമായിട്ടൊന്നുമല്ല, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. എന്റെ ഇത്ര സമയമായിട്ട് സുബഹിസ്കരിക്കാൻ പോയിട്ട് ഇത്ര ടൈം വേണോ? 7:30 മണിയായല്ലോ. ഞാൻ നിസ്കാരം കഴിഞ്ഞ് പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഒരു ചെറിയൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ട്. നബിദിനം അല്ലേ വരുന്നേ, അന്നദാനവും അതുപോലെ തന്നെ ഘോഷയാത്രയൊക്കെ ഒന്ന് ഉഷാറാക്കണം എന്നുള്ള ഒരു പരിപാടി മീറ്റിംഗ് കൂടി അങ്ങനെയൊക്കെ തീരുമാനങ്ങളൊക്കെ ഉണ്ടായി. ഗ്രാൻഡ് ആക്കുക, ഉഷാറാക്കുക. ഉഷാറാക്കുക. ആ പിന്നെ ഗാനമേളയാണല്ലോ. ഗാനമേളല്ലടി, ഘോഷയാത്രയൊക്കെ ഒന്ന് കളറാക്കുക എല്ലാവരും കൂടിയിട്ട്. അതായത് ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് മഹല്ല് മൊത്തം എല്ലാവരും പങ്കെടുക്കുന്ന രീതിയിൽ നല്ലൊരു അങ്ങനെ ഉണ്ട്. പിന്നെ അന്നദാനം, പിന്നെ എല്ലാ വർഷത്തേക്കാളും മൊത്തം മഹല്ലിലെ എല്ലാ വീടുകളിലേക്കും എല്ലാ മതത്തിലെ എല്ലാ വീടുകളിലേക്കും ഭക്ഷണം എത്തിക്കുക എന്നുള്ള തീരുമാനം. അതൊരു നല്ല തീരുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇങ്ങനത്തെ നബിദിനത്തിന്റെ അന്ന് എല്ലാ വീടുകൾക്കും അന്നം കൊടുക്കണം, നല്ല കാര്യം തന്നെയാണ്. ബാക്കിയുള്ളതൊക്കെ എന്ത് നിങ്ങൾ ആക്കാനാ, ഉഷാറാക്കാനാ? ബാക്കിയുള്ളത് പറഞ്ഞാൽ ഇപ്പൊ ഇത് പിന്നെ ഇപ്പൊ മദ്രസയിൽ പിന്നെ പരിപാടി, കുട്ടികളെ നബിദിന പ്രോഗ്രാം, ഞങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികളെ പരിപാടികള്. എന്റെ പാട്ടൊക്കെ ഉണ്ടേ, നിങ്ങളെ പാട്ടോ? പിന്നെ ഞാൻ മദ്രസ പഠിച്ചതിന് എത്ര സമ്മാനമാണ് എനിക്കറിയാം. പാട്ട്, കഥാപ്രസംഗം, പിന്നെ സംഭാഷണം, കിറാത്ത്, ഇതിലൊക്കെ എല്ലാ കൊല്ലം എനിക്ക് തന്നെ കാണാൻ പറ്റും. നന്നായി, വളരെ നന്നായിട്ടുണ്ട്. ഇപ്പൊ പോയി പോയി പെൺകുട്ടികളും കൂടി, പണ്ടൊന്നും പെൺകുട്ടികൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ പെൺകുട്ടികളെയും കൂടി ഉസ്താദുമാര് സ്റ്റേജിൽ പെൺകുട്ടികൾക്ക് ഇൻഡോർ ആണ്, ഇൻഡോർ പ്രോഗ്രാം ആണ് അത്. പിന്നെ വേറെ പകൽ ദിവസം പകല് പിന്നെ മദ്രസ ഹാളിൽ വെച്ചിട്ട് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ഏത് ഇൻഡോർ പ്രോഗ്രാം? അല്ല, പെണ്ണുങ്ങള്. അതൊക്കെ നടക്കട്ടെ. പെണ്ണുങ്ങള് ഖിയാമത്തിന്റെ അടയാളം ഇയ്യൊക്കെ ഉണ്ടായത് തന്നെ ഖിയാമത്തിന്റെ അടയാളല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇന്ന് ചവിട്ടി തത്ത നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഇതൊന്നും ശരിയായ നടപടിയല്ല കേട്ടോ. അത് ഇതില് ശരിയും തെറ്റും നോക്കണേ. എന്തായാലും ഞാൻ നിങ്ങളുടെ ഈ ഒരു നബിദിന പരിപാടിയിൽ ഞാൻ എതിരാ. സംഭവം ശരിയാണ്, ഓക്കെ. ഈ നബിദിനത്തിന് ആളുകൾക്ക് അന്നം കൊടുക്കണ കാര്യം ഓക്കെ. ബാക്കിയുള്ള ഈ വെടിക്കെട്ടും സംഭവങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ റാലി ഇപ്പൊ എത്ര വലിയ പ്രശ്നം? റാലി എന്ന് പറഞ്ഞ ഒരു മാലിൽ എല്ലാവരും കൂടിങ്ങാണ്ടൊരു ഘോഷയാത്ര, അതൊരു സന്തോഷത്തില് നബിന്റെ മതകളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന യാത്രക്ക് എന്താ അത്ര നമ്മളിവിടെ എത്ര പിന്നെ രാഷ്ട്രീയ യാത്രകളും പിന്നെ നടക്കുന്നുണ്ട്. പിഞ്ചു കുട്ടികളെ ഒന്നിലും രണ്ടിലും പഠിക്കണ 3-4 വയസ്സായ കുട്ടികളെ അങ്ങനെ നടത്തിച്ചിട്ട്, ഒറ്റാളെ ഈ വെയിലും കൊള്ളിച്ച് നടത്തിച്ചിട്ട്, പിന്നെ കുറെ ഉസ്താദുമാർക്ക് ദാഹം വന്നു കഴിഞ്ഞാല് ജീപ്പിന്റെ പിറകിൽ കയറാ, ഉസ്താദുമാർക്ക് കാല് വേനച്ചാൽ ജീപ്പിന്റെ പിറകിൽ കയറാ. ഈ പൊടിപ്പൈതങ്ങൾ ഇങ്ങനെ നടക്കുക. ഈ ഏതെങ്കിലും ഒരു മദ്രസിന്റെ കുട്ടി ഇതുവരെ ആയിട്ട് നബിദിന യാത്ര ഘോഷയാത്രക്ക് പോയിട്ട് കാല് കടഞ്ഞു എന്നോ അല്ലെങ്കിൽ എനിക്കിത് മടുത്തു എന്ന് പറഞ്ഞു കണ്ടോ നിർത്തി പോകുന്നു? ഇല്ല. എന്താ, കുട്ടികൾക്ക് കണ്ണിൽ വെച്ച് സ്വീകരണം ഉണ്ടാവും, മുട്ടായികള്, മറ്റേ മധുര പലഹാരങ്ങള്, അത് ഇത് പായസം, അത് ഇതൊക്കെ കിട്ടും. കുട്ടികൾക്ക് ഇതൊരു ഭയങ്കര ത്രില്ല. കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പൊ എല്ലാവർക്കും ത്രില്ല. അതല്ലപ്പോ എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ കൂടിങ്ങാണ്ട് ഇതാക്കണം എന്ന് പറഞ്ഞ്. നബി ജനിച്ച നാട്ടിലില്ല, പിന്നെ എല്ലാം ഇവിടെ ആഘോഷമാണല്ലോ, നടക്കട്ടെ. എന്തായാലും മറ്റു മതസ്ഥര് കാട്ടുന്ന പോലെ ഇപ്പൊ മുസ്ലിങ്ങൾക്കും കാട്ടിക്കൂട്ടാൻ ഇങ്ങനെ ഒരു കാര്യം. എന്റെ ബർത്ത്ഡേ എന്റെ വീട്ടിൽ ആഘോഷിക്കുന്നില്ല. അത് എഴുതിയിട്ട് ഇപ്പൊ നമ്മള് കമ്പനി എങ്ങനെ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമ്മള് കൂടുതലില്ല, കേക്ക് കുടിച്ചില്ലേ. അതിലൊന്നും അത്ര വലിയ കാര്യങ്ങൾ ചെയ്യരുത്. എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു അതിനൊരു മറുപടി ഉണ്ടായിരിക്കും. അല്ല, ഞാൻ പറയുന്നത് അതല്ല. ഇതിൽ എന്താണ് ഇപ്പൊ ഈ തെറ്റ് പറഞ്ഞാൽ ഇത്ര വലിയൊരു സംഭവമാക്കാനുള്ളത്? നബിയുടെ നാട്ടിൽ ചേട്ടാ നമ്മളെന്തിനു കൊട്ടി ആഘോഷിക്കണം? നബി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യക്ക് മാത്രമുള്ള നബിയല്ല, ലോകത്തേക്ക് മൊത്തമുള്ളതാണ്. അപ്പൊ ഒരു നാട്ടിലത് ആരും ആചരിക്കണില്ല എന്ന് എഴുതിയിട്ട് അങ്ങനെയാണോ? അപ്പൊ അതിന്റെ ഒരു ഇത് നബിദിനം ആഘോഷിക്കണ എത്ര രാജ്യങ്ങളുണ്ട്? എന്തെങ്കിലും കാണിച്ചു. ഇതൊന്നും കാണും, പേപ്പർ നോക്കലും അല്ലെ ന്യൂസ് കാണലും? ഞാൻ പേപ്പർ നോക്കുന്നുണ്ട്. ഞാൻ ഇന്നത്തെ ചിന്താഗതിയായിട്ട് ജീവിക്കണ ഒരാളാ, അല്ലാതെ നിങ്ങളെ പോലെ ഈ ഞാൻ ഒന്നും പറയണില്ല. അല്ലെങ്കിൽ തന്നെ എന്താ ജാറം പൊന്തിയെന്നും പറഞ്ഞിട്ട് അവിടെ വലിയ കൂടാരം കെട്ടിയിട്ട് പൈസ നാട്ടുകാരുടെ അടുത്ത് പിരിക്കണ നാടല്ലേ ഇത്? എന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മക്കയിലും മദീനയിലും ഒരുപാട് സ്വഹാബികളുടെ ബദർ യുദ്ധത്തിലും മറ്റു യുദ്ധങ്ങളിലും മരിച്ചുപോയ ആൾക്കാരെ കബറിടങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് കെട്ടിപ്പൊന്തിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ അതൊരു ബിസിനസ് ആണ്. അതങ്ങനെ ബിസിനസ് നടത്തുന്ന നാട്ടിൽ എന്തൊക്കെ അനാചാരങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ പോയി നബിദിനായിട്ട് കൂട്ടി പറയണ? ഞാൻ എന്ത് പറയാനാ, മരിച്ചാല് അരമണിക്കൂറിനുള്ളിൽ ചോറ് വിളമ്പണ നാട്. കുറെയൊക്കെ കണ്ടും കേട്ടും മടുത്ത്. സംഭവം ഞാൻ ഒരു കാര്യം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട്. നബിയുടെ പേര് കേൾക്കുമ്പോ തന്നെ സ്വലാത്ത് ചൊല്ലണ എല്ലാം ചെറിയ കുട്ടികൾ പോലും അങ്ങനെയാണ് ഇന്റെ അറിവില്. എന്ന് കരുതി ഈ അനാചാരങ്ങളെയാണ് എനിക്ക് അത്ര വലിയ പിടിക്കാത്തത് ട്ടാ. എന്താ അനാചാരം? ഇതൊക്കെ നാട്ടിൽ നടക്കണ, ഓരോ നാട്ടിലും നടക്കണത്. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സമയത്തൊന്നും ആളുകൾക്ക് ഇതിന് പൈസ ഉണ്ടാവില്ല.
ഇപ്പൊ ആളുകൾക്കൊക്കെ ഇതിന് ചെലവഴിക്കാൻ പൈസ ഉണ്ട്. അപ്പൊ എല്ലാവരും ആ രീതിയിൽ റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് പൊന്നിക്ക, പൈസ ചെലവാക്കുന്നു. ഇത്രയും ആഘോഷങ്ങൾ നടത്തുന്ന നേരം നമ്മുടെ ഈ മഹലിൽ എത്ര എത്തിൻ കുട്ടികൾ ഉണ്ടാവും? ഓല്ല ഏതെങ്കിലും ഒന്നിന്റെ കൈയൊന്ന് പിടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ എത്ര വയൽ കിടക്കുന്നുണ്ട്. ആ വയലിന് ചെലവാക്കണ പൈസ അല്ലെങ്കിൽ അന്ന് കിട്ടുന്ന പൈസ ഏതെങ്കിലും കുടുംബത്തിന്റെ അന്നത്തിന് ചെലവാക്കിയിരുന്നെങ്കിൽ. എടി അതൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ പോയി വയൽ ഇറങ്ങാണ്ട് ഇതാക്കണമെന്നില്ല. എത്ര ചാരിറ്റി സംഘടനകൾ നമ്മളെ നാട്ടിലുണ്ട്. ഓ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഞ്ഞത്തോട്ട് നിങ്ങൾ കയറി വരണ്ട. ഇഷ്ടം പോലെ എന്തെങ്കിലും എന്തായാലും ചെയ്ത് പറയണ്ടെന്ന്. ഇക്ക ഇന്റെ ഉള്ളിന്റെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്, നബിയുടെ കാര്യങ്ങളുണ്ട്, നബിയുടെ മത എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങളോട്, നബി അന്ന് വഫാത്താവും കൂടെ ചെയ്തിട്ടില്ലേ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം റബീഉൽ അവൽ 12, അതേ 12 തന്നെയല്ലേ വർഷങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവും ചെയ്തത്. അപ്പൊ ആ സങ്കടം നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? എടി സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ പിന്നെ അല്ല, പക്ഷെ നമ്മള് ജന്മദിനാണ് ആഘോഷിക്കണത്. മരിച്ചത് അന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞ നിങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. ഞാൻ എനിക്കൈമ കുറെ വാക്കുകളും കൊണ്ട് ഇതാക്കാനല്ല ഞാൻ ഇതാക്കണം. ഞാനായിട്ടൊരു വാഗ്വാദത്തിനല്ല വന്നത്. നമ്മൾ നബിദിനം ആഘോഷിക്കുന്നുണ്ട് മഹലില്. അതിന് പിന്നെ അതിന്റെ ഒരു ഭാഗവാക്കാകാൻ ഞാൻ ഇവിടുത്തെ മഹലിലെ ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ അതിന് തയ്യാറാണ്. ഞാൻ നമ്മളെ മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ അതിന് ഇതാകണം. ഇനി എന്നോട് ഞാനിത് കുറെ പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഏതായാലും ഞാൻ ഇൻഷാ അള്ളാ ഞാൻ അതിന് അന്നദാനത്തിന് ഞാനൊരു നേർച്ച ആക്കിക്കുന്ന സംഖ്യ അത് ഞാൻ കൊടുക്കും. ഈ കാര്യങ്ങളിൽ പങ്കെടുക്കാനും ഞാൻ ഉറപ്പിച്ചിരിക്കണം. അന്നദാനത്തിന് ഞാനൊരു സംഖ്യ തരാം, അതും ഞാൻ ഓക്കെ. അല്ലാണ്ട് ഈ കാര്യത്തിന് നിന്നോട് 10 പൈസ കണ്ട. അനക്ക് എല്ലാത്തിനും ഒരു പുതിയ ചിന്താഗതിയും കണ്ടുപിടുത്തങ്ങളാണ്. പോട്ടെ, എന്തെങ്കിലും ചെയ്യ്. ഞാൻ തന്നെയാണ് ഞാനേ. അതെ, ഞാൻ ഈ പറഞ്ഞെന്ന് കരുതിയിട്ട് എനിക്ക് നബിയോട് സ്നേഹമില്ലാന്നൊന്നും കരുതാൻ നിൽക്കണ്ടട്ടാ. അല്ല, എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അനക്ക് നന്നു. നബിനെ സ്നേഹിച്ചാൽ അനക്ക് നന്നു. അല്ലാതെ എനിക്ക് ആവേണ്ടതില്ല. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങള്. അല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏതായാലും ഞാൻ പഠിച്ച രീതി ഇതാണ്. ഞാൻ ഈ രീതിയിലേ പോകുള്ളൂ. ഇജ്ജിപ്പൊ പുതിയ പഠിപ്പ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇജ്ജ് ആ രീതിയിൽ പോയിക്കോ. പക്ഷെ ഞാനേ വേറൊരു കാര്യമുണ്ട്. ഇന്ന് പിന്നെ ഇവിടെ കല്യാണം സംസാക്കാൻ്റെ അവിടെ അതിന് പോകാം അല്ലേ ഇജ്ജ്? വരാം. അതിന് എനിക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ. കല്യാണത്തിന് അല്ല, അവിടെ ആഘോഷത്തിന് എതിർപ്പൊന്നും ഇല്ലല്ലോ. കല്യാണം ആഘോഷം തന്നെയല്ലേ? ആയിക്കോട്ടെ, ഞാനൊന്ന് മാറ്റട്ടെ. എന്ത് പറയാനാ, കൊറേ ആൾക്കാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം. അതിനും ചുക്കാൻ പിടിക്കാൻ അങ്ങനെ കുറച്ച് ആൾക്കാരും. നബിയോട് സ്നേഹമില്ലാന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പറയും, ഓ ഓള് അങ്ങനത്തോളാ, ഓള് ഇങ്ങനത്തോളാ, ഓൾക്ക് നബിയും ഇല്ല, ഓൾക്ക് ഇസ്ലാം മതം ഇല്ല ഒന്നുമില്ല. പക്ഷെ ഒന്ന് ചിന്തിക്കണം നല്ലതാണ്, നമുക്ക് എല്ലാവർക്കും ഇസ്ലാം മതം ഉണ്ട്, നബിയോട് എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുറെ കാറ്റുകൾ കാണുമ്പോൾ ചോദിക്കാതിരിക്കാൻ പറ്റൂല.